പ്രിയ പ്രേക്ഷകർക്ക് പുതുരുചിയുടെ വെള്ളിയാഴ്ചയിലേക്ക് സ്നേഹസ്വാഗതം. രുചികരമായ ചെമ്പല്ലി മപ്പാസാണ് ഇന്ന് നിങ്ങളുടെ തീന്മേശകളിലേക്ക് എത്തുന്നത്. അതെങ്ങനെ തയ്യാറാക്കാൻ പറ്റും എന്ന് നമ്മൾക്ക് നോക്കാം. ചെമ്പല്ലി എന്ന് പറയുന്ന മീനും കൊണ്ടുണ്ടാക്കുന്ന മപ്പാസ് എന്ന് പറയുന്ന ഡിഷാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ചെമ്പല്ലി അല്ലാതെ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന നെയ്മീനോ അല്ലെങ്കിൽ ചേമീനോ ഒരു എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. പക്ഷേ ചെമ്പല്ലി കൊണ്ട് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്നുള്ളത് കൊണ്ട് ചെമ്പല്ലി മപ്പാസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അതെങ്ങനെ തയ്യാറാക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചെമ്പല്ലി ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മസാലകൾ തയ്യാറാക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾക്ക് ഒരു ബൗളിലേക്കോ പാത്രത്തിലേക്കോ എടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, എന്തിനും പോകുന്ന ഉപ്പ് നമ്മുടെ സ്വന്തം ആവശ്യത്തിന്, ഒരു 10 മില്ലി വിനാഗിരി അല്ലെങ്കിൽ ഒരു 2 ക്യാപ്പ് വിനെഗർ, ഒരു 15 മില്ലി വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ജസ്റ്റ് പിച്ച് ചീന്തിയിട്ടത് ജസ്റ്റ് മുറിച്ചിടുക. മീൻ ഞാനൊരു 500 ഗ്രാം മീനാണ് എടുത്തിരിക്കുന്നത്. 2 കഷ്ണമാക്കി വലിയ കഷ്ണമാക്കിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ചെറിയ കഷ്ണമായാലും കുഴപ്പമില്ല. ഈ മസാല കൂട്ടുകളെല്ലാം നന്നായിട്ട് ഒന്ന് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച ഈ മീൻ കഷ്ണങ്ങൾ നമ്മൾക്ക് റെഫ്രിജറേറ്ററിലൊക്കെയും 1 മണിക്കൂർ സൂക്ഷിക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ നമ്മൾ താളിക്കുന്നു. ഒരു തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ല വറുത്ത് കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ഒരു 10 ഗ്രാം ഇഞ്ചി, ഒരു 15 ഗ്രാം വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക് കീറിയത്, ഇത്രയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. ഒരുവിധം വഴറ്റി കഴിയുമ്പോൾ നമ്മൾക്ക് ഏകദേശം 1 കപ്പ് ഉള്ളി, സവാള കൊത്തി എറിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയും ചുവന്നുള്ളിയും രണ്ടും മിക്സ് ആയാലും കുഴപ്പമില്ല, സവാള ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റണം. ഇപ്പോൾ ഏകദേശം നല്ല ബ്രൗൺ നിറമായിരിക്കുന്നു. നമ്മൾക്കൊരു 1/2 കപ്പ് തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. തക്കാളിക്ക ചേർത്ത് കൊടുത്തിട്ട് ഈ ചേരുവകളെല്ലാം കൂടെ നല്ല ചെറുതീയിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തക്കാളിക്കയും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേരുവകളൂടെ നന്നായിട്ട് ഫ്രൈങ് പാനിൽ നന്നായിട്ട് വറുത്ത് അതൊന്ന് വെന്ത് അത് തക്കാളിക്കൊക്കെ ഒന്ന് ഉടഞ്ഞ് പരുവമാകുന്നതാണ് ഇതിൻ്റെ രീതി. അതുവരെ ചെറിയ തീയിൽ നന്നായിട്ട് അത് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ മസാലകളെല്ലാം ഏകദേശം വഴറ്റി നമുക്ക് നേരത്തെ ഡ്രൈ മസാല ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചേർക്കണം. നമ്മൾ നേരത്തെ മീൻ മസാല ചെയ്തപ്പോഴൊക്കെ അതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അത് കണക്കാക്കിയാണ് നമ്മൾ ഇതിനകത്തുള്ള ബാക്കിയുള്ള ചേർക്കുന്നത്. ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടിയുടെ ഫ്ലേവർ, ഗുണമാണ് ഈ ഒരു ഡിഷിന് മുന്നിലിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും മസാലക്കൂട്ടുകൾ ചേർത്ത് മസാലക്കൂട്ടുകളും മറ്റ് ചേരുവകളെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം മസാലകളെല്ലാം നല്ല പരുവമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. മസാല കൂട്ടുകളെല്ലാം ഒന്ന് യോജിക്കാനൊക്കെ സഹായിക്കും. ഈ അവസരത്തിൽ നമുക്ക് ഒരു 1.5 കപ്പ് തേങ്ങയുടെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്പല്ലി ഫിഷിൻ്റെ പീസുകൾ അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇത്രയും വലിയ പീസുകൾ വേണം നിർബന്ധമില്ല. ചെമ്പല്ലിയുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേകുമ്പോൾ അതിൻ്റെ തൊലിയൊന്ന് ചുരുങ്ങി ഇതൊന്ന് വളയുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. മീനിൻ്റെ ഗുണവും മണവും ഒക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അടച്ച് വെച്ച് വേവിക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത ഒരു ഭാഗമൊക്കെ നന്നായി തിളച്ച് കഴിഞ്ഞു. മീൻ ഭാഗം നന്നായിട്ട് വേവുന്നുണ്ട്. നമുക്കത് തിരിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന്
നന്നായിട്ടൊന്ന് ആ മസാലക്കൂട്ടിനകത്ത് നമുക്കൊന്ന് വേവിക്കാം. ഉപ്പ് നമ്മളുടെ പരുവത്തിന് എന്തിനും ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. മീൻ മാരിനേറ്റ് ചെയ്തതിൽ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് കണക്കാക്കി വേണം മാത്രം ഉപ്പ് ചേർക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെറുതീയിൽ ഒന്ന് സിമ്മർ ചെയ്യുക. തിരിച്ചും മറിച്ചു ഇട്ട് ഒന്ന് ചെറുതീയിൽ ഈ അവസരത്തിൽ നമുക്ക് ഒരു ക്യാപ്പ് അല്ലെങ്കിൽ ഒരു 5 ml വിനെഗർ ചേർത്ത് കൊടുക്കുന്നു. അതിൻ്റെ ഒരു പുളി രസത്തിന് വേണ്ടിയാണ്. നമ്മൾ കുടംപുളി ഉണ്ടെങ്കിലും നമുക്ക് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. കുടംപുളിയോ സാധാരണ പുളിയോ ഒക്കെ ചേർക്കാം. ഞാൻ ഇതിലേക്ക് വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചേരുവകളെല്ലാം തന്നെ മീനുമായിട്ട് ചേർന്ന് ആ തേങ്ങാപ്പാലിൻ്റെ ചാറിൽ നന്നായിട്ട് കിടന്ന് വേവുകയാണ് ഈ അവസരത്തിൽ. ഒരു കാലഘട്ടത്തിൽ ചെമ്പല്ലി മീനൊക്കെയും ഏറ്റവും നല്ല രുചികരമായ മീനുകളുടെ കൂട്ടത്തിൽ ഒന്നാണ്. ഇന്നും അത് തന്നെയാണ്. പക്ഷേ ഇന്ന് അവൻ്റെ ലഭ്യത കുറവ് ഏറെയുണ്ട്. മാർക്കറ്റുകളിൽ കിട്ടുന്ന മീൻ എത്രത്തോളം നല്ലതാണ്, ഫ്രഷാണ് എന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടിയുമില്ല. അപ്പോൾ നമ്മുടെ രുചികരമായ ചെമ്പല്ലി മപ്പാസാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. നല്ല ചോറിൻ്റെ കൂടെ ഇതുണ്ടെങ്കിൽ വേറൊരു കറികളും വേണ്ട. രുചികരമായ ചെമ്പല്ലി മപ്പാസ് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഫുഡ് യൂബിൻ്റെ ഈ പുത്തൻ രുചി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു രുചിയുമായി കാണുമ്പോഴേക്കും ഷെഫ് സുജു ഫിലിം സൈനിങ് ഔട്ട്. രുചിയുടെ പൂരം കൊടിയേറട്ടെ, സന്തോഷത്തിൻ്റെ പൂത്തിരികത്തട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ.